നമസ്കാരം, ഞാൻ ആസർ പൊന്നാട്, ചാനൽ 5+ലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സാലിഹാണ് അല്ലേ? സാലിഹ്. അപ്പോ ഞങ്ങൾ തമ്മിൽ വേറെ കുറെ കാര്യത്തിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസം ഉണ്ട് കേട്ടോ. സാലി ഒരു മുറിഞ്ഞ ഏപ്പിഷണിക്കാരനായിരുന്നു. ഇപ്പൊ എന്താന്ന് എനിക്കറിയില്ലാണോ? തുടർന്ന് പോകുന്നുണ്ട്. അപ്പോ ശരിക്കും പറഞ്ഞാൽ ഈ പ്രൊഡക്റ്റുകളൊക്കെ തുടക്കം നോളജ് സിറ്റി എന്നാണ് അല്ലെ, മദറ അല്ലെ, അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പൊ ഞാൻ ആദ്യം കാണുന്നത് പ്രീബയോട്ടിക്, നിങ്ങളുടെ ലൈബ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ്. അതൊരു അതിമെന്നാണ് സത്യത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. പിന്നെ കുറെ മില്ലറ്റുകൾ, ഈ ചെറുധാന്യങ്ങൾ ഇപ്പോൾ സംസ്ഥാന ഗവൺമെന്റും ലോക രാജ്യങ്ങൾ തന്നെ അത് പ്രോത്സാഹിപ്പിക്കാൻ പ്രത്യേക കാര്യങ്ങൾ തീരുമാനിച്ചു. കാരണം ഐക്യരാഷ്ട്രസഭയിലും അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും. കാരണം നമ്മൾ ഒരുപാട് രോഗങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുകയാണ്. അപ്പൊ ഈ രോഗങ്ങൾക്കൊക്കെ പറ്റിയ പ്രത്യേകിച്ച് ഷുഗറിനൊക്കെ, അതുപോലെ പിന്നെ ശരീരത്തിന്റെ മറ്റ് പ്രതിരോധശേഷിയൊക്കെ കൂട്ടാൻ ഏറ്റവും നല്ല സാധനങ്ങളാണ് മില്ലറ്റ്. അതെന്തായാലും അതിനെക്കുറിച്ച് ഞാൻ വേറെ സാധനം തന്നെ ചെയ്യുന്നുണ്ട്. കാരണം കറുത്ത അരി ഉണ്ട്, ഞാൻ കറുത്ത ഉള്ളി ചെയ്തിരുന്നു. എനിക്കൊന്ന് കറുത്ത അരി, മണവാളൻ അരി, മറ്റേ കറുത്ത ഗോതമ്പ്, ഇങ്ങനത്തെ കുരുമാലൊക്കെ കിട്ടിയത് സാരിന്റെ അടുത്താണ് അല്ലേ. അപ്പൊ ഇവരൊരു സർവകലാ വല്ലഭനാണ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തേടി പിടിക്കും. അതിൽ പെട്ട ഒന്നാണ് ലൈബ അല്ലേ? ഇത് കുട്ടികളുടെ ലൈബാണ്. കുട്ടികളുടെ ലൈബാണ്. പ്രീബയോട്ടിക് ആണ്. അപ്പൊ ഈ ലൈബ എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന് തുടങ്ങാം നമുക്ക്. ലൈബ എന്ന് പറയുന്നത് ശരിക്കും ലൈബ എന്ന് നമ്മൾ ഇട്ടൊരു പേരാണ്. പക്ഷെ ഇതിന്റെ ഇത് വരുന്നത് പ്രീബയോട്ടിക് എന്ന കോൺസെപ്റ്റ് ആണ് ഇത് വരുന്നത്. പ്രോബയോട്ടിക് ഒക്കെ നമുക്ക് സാധാരണ കേൾക്കാറുണ്ട്. പ്രീബയോട്ടിക് ആണ് ഇതിന്റെ കോൺസെപ്റ്റ്. ഇത് ശരിക്കും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ആഫ്രിക്കയിൽ നിന്നാണ് ഇത് വരുന്നത്. ഇതിന്റെ റോ പ്രോഡക്റ്റ് വരുന്നത് ഈ ഒരു കണ്ടീഷനിലാണ്. ഞാൻ ചോദിക്കാൻ നീ എന്തോ ഫാൻസിന്റെ കച്ചവടമൊക്കെ തുടങ്ങുന്നുണ്ടായിരുന്നില്ല, കുറെ മുത്തുമണി മാല, ഇതാണ് സാധനം അല്ലേ? ഇത് ഞാൻ മനസ്സിലാക്കിയതിൽ മന്ന എന്ന് പറയുന്ന ഒരു ചെടിയുടെ കറയാണ് ഇത് അല്ലെ. ഇത് എനിക്ക് തോന്നുന്നു ആഫ്രിക്കയിൽ അവരൊക്കെ എപ്പോഴും വായിലിട്ട് ഇങ്ങനെ നടത്തും. അപ്പൊ ഞാനിത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട് കേട്ടോ. ചില ഒന്ന് രണ്ട് കാര്യത്തിന്, പ്രത്യേകിച്ച് നമുക്ക് പല്ലുവേദനക്ക്, ഊനിന്റെ പഴുപ്പിന്, മുറിക്ക്, കുഴിനകത്തിന്, അതുപോലെ തന്നെ വയറ്റില് നല്ല ബാക്ടീരിയ ഉത്പാദിപ്പിച്ചിട്ട് ദഹന പ്രക്രിയ, പിന്നെ ക്രിയാറ്റിൻ കുറയെന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് എത്രത്തോളം ശരിയാണെന്ന് എനിക്കറിയില്ല, കുറയെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ പിന്നെ പ്രീബയോട്ടിക്കിന്റെ കോൺസെപ്റ്റ് വരുന്നത് വൻകുടലില് കാര്യമായിട്ട് ഇതിന് പ്രവർത്തനം നടക്കുന്നു എന്നുള്ളതാണ്. അഥവാ ഇതില് നമുക്ക് ശരിക്കും 70% നമ്മുടെ രോഗകാരണം എന്നുള്ളത് വൻകുടലാണ്. അപ്പൊ വൻകുടലിൽ നേരിട്ട് ഇത് ആക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. പിന്നെ അതായത് വയറാണ് നമ്മുടെ വലിയ പ്രശ്നക്കാരൻ അല്ലേ? വയറാണ് പ്രശ്നക്കാരൻ. അപ്പൊ ഞാനൊരു ദിവസം വയനാട്ടിൽ പോവാം. വയനാട്ടിൽ ഇങ്ങനെ രാവിലെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറെ ആളുകളുണ്ട് ഇങ്ങനെ ഓടണം. അത് എന്നിട്ട് വെച്ചൊക്കെ തലയിലൊക്കെ ഒരു കെട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങള് പിന്നെ ഏലം അല്ല ചായ എന്നുള്ളാൻ പോവാണ്. അവര് വയറ്റുപഴുപ്പിന് പോവാണ്. തിരിച്ചു വെച്ച് കഴിഞ്ഞാൽ കുറെ ആൾ അതിനേക്കാൾ സ്പീഡിൽ ഇങ്ങോട്ട് വരും, ടീഷർട്ടൊക്കെ ഇട്ടിട്ട്. അപ്പൊ അവരോട് വെച്ചപ്പോൾ അവർ വയറ് കുറക്കാൻ. അപ്പൊ ഒരു കൂട്ടര് വയറ് കൂട്ടാൻ ഓടണു, ഒരു കൂട്ടര് വയറ് നിറക്കാൻ ഓടണു, ഒരു കൂട്ടര് വയറ് കുറക്കാൻ ഓടണു. അപ്പൊ ഇപ്പൊ നമ്മുടെ ഭക്ഷണ രീതികള്, നമ്മൾ ഉപയോഗിക്കുന്ന മെഡിസിനുകള്, നമ്മുടെ വയറ്റിലുള്ള നല്ല ബാക്ടീരിയ ഒരു സാധനമായിട്ട്, ജീവനുള്ള ഒരു സാധനമായിട്ട് നിൽക്കില്ല. അങ്ങനെ സുഖമുണ്ട്. ഞാനൊക്കെ കുട്ടി കഴിഞ്ഞ കാലത്ത് ആദ്യം ഡോക്ടറെ കാണിക്കാൻ എന്നാൽ പിന്നെ വിര ഇളക്കാനുള്ള മരുന്നാ തരാ. ഇത് വയറ്റിൽ വരില്ല, കാരണം അതിനേക്കാളും വലിയ വിഷമായിട്ടാണ് നമ്മൾ നടക്കുന്നത്. അപ്പൊ നല്ല ബാക്ടീരിയകള് ഉത്പാദിപ്പിക്കലാണ് ലൈബയുടെ. നമുക്ക് നിലവിലുള്ള പ്രോബയോട്ടിക് ബാക്ടീരിയകൾ നമുക്ക് ഒരുപാട് വൻകുടലുണ്ട്, ഓൾറെഡി നമ്മൾ ഇതിന്റെ കൂടെ വരുന്നുണ്ട്. പക്ഷെ അതിനാവശ്യമായിട്ടുള്ള ഫുഡാണ് ഇത് പ്രീബയോട്ടിക്. ബാക്ടീരിയകൾക്ക് ആവശ്യമായിട്ടുള്ള ഫുഡാണ് നമ്മൾ കൊടുക്കുന്നത് പ്രീബയോട്ടിക് എന്നുള്ള കോൺസെപ്റ്റ്. ഫൈബർ കണ്ടന്റ് കൂടുതലാണ് ഇതിൽ. അതുകൊണ്ടാണ് വയറിനും ക്രിയാറ്റിനൊക്കെ മെച്ചത്. WHO അംഗീകാരമൊക്കെ ഉണ്ട് കേട്ടോ. WHO അംഗീകാരമുള്ള അല്ല, ഇത് വല്ലാതെ പറഞ്ഞ് ഇങ്ങനെ പരസ്യപ്പെടുത്തി കഴിഞ്ഞാല് എനിക്ക് കാര്യമായിട്ട് മെച്ചൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇത് ഒരു പരസ്യപതിപ്പായിട്ട് മാറും. അപ്പൊ നമ്മള് ലൈവ് നിർത്താം. എനിക്ക് ഇഷ്ടപ്പെട്ട കുറെ സാധനം ഉണ്ട് ഇവിടെ. ഇത് നോമ്പായതുകൊണ്ട് ഇപ്പോ ഇതൊന്നും ഇപ്പൊ ടേസ്റ്റ് ചെയ്ത് നോക്കാനും വയ്യല്ലോ അല്ലേ? പക്ഷെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി സംഭവമാണ്. ഇത് നിങ്ങള് പിന്നെ ചേർക്കുന്നത് റോസാണ് അല്ലെ? പനി റോസ്.
റോസാപ്പൂവിന്റെ എതള് പനി റോസാപ്പൂവിന്റെ അതളുകൾ നമ്മൾ തേനിലിട്ട് വെക്കാം. ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. ഇപ്പൊ ഇത് റംസാൻ മാസം ഇപ്പൊ 18ആയി അല്ലേ? 18 അപ്പൊ അത് 18 ആയിട്ടില്ലെങ്കിൽ ഒരു 10 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്കൊന്ന് സാമ്പിൾ നോക്കിയിട്ട് നിങ്ങളെ കാണിച്ചു തരാം. നല്ല ടേസ്റ്റുള്ള സാധനമാണ്. എത്ര വില ഇതിന്? ഇത് ഒരു 400 രൂപ വരുന്നുള്ളൂ വില. 400 രൂപ വരെ ഉണ്ട്. MRP അല്ലേ? ഞാൻ സാധാരണ കടയിലൊക്കെ ചെന്നാൽ ചോദിക്കാം എന്റെ അടുത്ത് ആധാറുള്ളൂ, ആധാരം ഇല്ലാന്ന്. കാരണം ഇപ്പൊ ഓരോ സാധനത്തിന്റെ വില നമുക്കറിയില്ല. പ്രത്യേകിച്ചും ജൈവം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മൂർക്കനാട് റസാഖ് മാഷ് ഇവിടെ ഉണ്ട്, ഒളോട്ടൂർ റസാഖ് മാഷ് നോക്കിയിട്ടുണ്ട്. ഇവരൊക്കെ കച്ചവടക്കാരാണ്, മാഷന്മാരാണെങ്കിലും. അപ്പോ ഞാൻ എല്ലാവരും ചെല്ലുമ്പോ ഈ ജൈവം എന്ന് കേട്ടാല് ഭയങ്കര വിലയാണ്, ആവശ്യമില്ലാത്ത വിലയൊക്കെ. 400 രൂപ റീസൺ റേറ്റ് ആണ്. അപ്പൊ ഇതെന്തിനൊക്കെ പറ്റുക അതാദ്യം പറയും. ഇത് നമുക്ക് മെയിനായിട്ട് ഇതിന്റെ ഒരു വൻകുടല് നമുക്ക് പിന്നെ വയറില കുടല് കുടലെന്നിങ്ങനെ പറഞ്ഞു എന്റെ കുടൽ കണ്ടിട്ട് വയറ് കണ്ടിട്ടൊന്നും അല്ലല്ലോ. ഓക്കെ. പിന്നെ ഇതൊരു ബ്യൂട്ടി കോൺസെപ്റ്റ് ഇതിലുണ്ട്. ഇത് സ്കിന്നിനൊക്കെ ഡെവലപ്പ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇത് പരിഗണിക്കുന്നത്. സൗന്ദര്യമൊക്കെ കൂടും, സൗന്ദര്യവർദ്ധനൊക്കെ നന്നായിട്ട് പറ്റും. കുടിക്കുന്നല്ലേ വേണ്ടേ? കുടിക്കാൻ പറ്റും. ഇത് നമുക്ക് ശരീരത്തിൽ തേക്കാനും പറ്റും. തേന് റോസാപ്പൂവിന്റെ അതളുകൾ ശരീരത്തിൽ തേക്കും ചെയ്യാം, മുഖത്തൊക്കെ തേക്കാം. ഇത്ര പൈസ കൊടുത്തിട്ട് തേച്ചാൽ ഉള്ളിലേക്ക് ഇതൊരു സൗന്ദര്യവർദ്ധ വസ്തു കൂടിയാണ്. പക്ഷെ ഞാനത് ഉപയോഗിച്ച് നോക്കിയിട്ട് വയറ്റിൽ നിന്ന് നന്നായിട്ട് ശോധന കൃത്യമായി നടക്കുന്നുണ്ട്. അത് റോസാപ്പൂവിന്റെ ഗുണമാണ്. നമുക്ക് നമ്മൾ പല ഭക്ഷണത്തിൽ ഉപയോഗിക്കുന്ന റോസ് വാട്ടർ ഉണ്ടല്ലോ, അത് ഈ പനീർ റോസാപ്പൂ ബിരിയാണിയിലൊക്കെ റോസ് വാട്ടർ എന്നുള്ളത് ഇതിൽ നിന്നും എടുക്കുന്നതാണ്. ശരി. പിന്നെ അപ്പൊ ഇത് കഴിഞ്ഞു. ഇതാണ് അപ്പൊ നമ്മള് റോസ് ഹണി. എന്തൊക്കെ ഹണിയുള്ളത്? ഇതൊക്കെ നമുക്ക് ബ്രഹ്മി ബ്രഹ്മിയാണ് ബുദ്ധി കൂടാണല്ലേ? ബ്രഹ്മി അത് നമ്മുടെ നാട്ടിൽ കാണാനുള്ള ബ്രഹ്മി. ബുദ്ധി കൂടിയില്ല, നമ്മളൊക്കെ ബുദ്ധിയുള്ളതായിരിക്കാം. തേനും ബ്രഹ്മിയാണ്. ഞാൻ പണ്ടൊരു വൈദ്യരോട് ചോദിച്ചു, ഭയങ്കര പരസ്യം ഒരു വൈദ്യരുണ്ട്, ബ്രഹ്മി ഉപയോഗിച്ച ബുദ്ധി കൂടുന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇതുകൊണ്ട് ആർക്കും ബുദ്ധി കൂടുന്നത്, ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ടോ വെച്ചപ്പോ പറഞ്ഞു ശാസ്ത്രീയമായി തെളിവൊന്നുമില്ല നാസർക്ക്, അനുഭവം ഉണ്ട്. എന്താ വെച്ചാൽ ഒരു പ്രാവശ്യം വാങ്ങിയാൽ പിന്നെ അത് വാങ്ങാൻ വരില്ല. അപ്പൊ അവൻ ബുദ്ധി കൂടിയിട്ട് അപ്പൊ ഇതൊന്നുമല്ല അല്ലേ? ബ്രഹ്മിയാണ്. ബ്രഹ്മി ഇതിൽ ഡയറക്റ്റ് ചേർക്കുക ചെയ്യുന്നത് അല്ലേ? ഡയറക്റ്റ് നമ്മൾ തേനിലിട്ട് വെക്കണം. ഏകദേശം 40 ദിവസത്തോളം നമ്മൾ ബ്രഹ്മി പിന്നെ ശുദ്ധമായി കഴുകി വൃത്തിയാക്കി തേനിലിട്ട് വെക്കും. അതോടുകൂടി എന്തായാലും തേൻ അതിന്റെ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് കണ്ടന്റ് വലിച്ചെടുത്ത് സെറ്റ് ആക്കി. ഈ അവസ്മാര രോഗികൾക്കൊന്നും ബ്രഹ്മി പാടില്ല എന്ന് പറയുന്നത് തണുപ്പാണ്, തണുപ്പുണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ഈ ലൈബ ആണെങ്കിലൊക്കെ തണുപ്പുണ്ടാക്കുന്ന ഐറ്റംസുകളാണ്. അപ്പൊ ഇനി ഓരോന്ന് പറ്റേ. പിന്നെ നമുക്ക് വരുന്ന സ്പൈസസ് ആണ് വരുന്നുണ്ട്. ഇതിലെന്തൊക്കെയായിട്ട് ഇതിലിപ്പോ നമുക്ക് പിന്നെ ചുക്ക്, കുരുമുളക്, തിപ്പല്ലി. ഇത് നമ്മൾ മഞ്ഞൾ തേനിലാണ് ചാലിക്കുന്നത്. മഞ്ഞള്, ചുക്ക്, കുരുമുളക്, തിപ്പല്ലി. ഇത്തിരി സാധനങ്ങൾ ചെയ്തത്. അപ്പൊ ഏകദേശം എനിക്കൊന്നും കഫ് കെട്ടലും ജലദോഷത്തിനൊക്കെ കഫം മുറിഞ്ഞു പോരാനാണ് നന്നായിട്ട് സഹായിക്കും. കഫം മുറിഞ്ഞു പോരാൻ സഹായിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണത്. ഇത് നമ്മൾ മഞ്ഞൾ തേനിൽ ചാലിക്കുക. അതായത് മഞ്ഞൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇതേപോലെ മഞ്ഞൾ തേനിൽ ചാലിച്ചെടുത്തതിന് ശേഷം അതിലേക്കാണ് നമ്മൾ ഈ പിന്നെ ഇൻഗ്രീഡിയന്റ് തേനീച്ച കഷ്ടപ്പെട്ടുകായിട്ട് തേൻ ഉത്പാദിപ്പിച്ചത് ഒരുപാട് പേരിലല്ലേ. ഇത് സ്പൈസസ് ഹണിയാണ്. വേറൊരു ഹണി ഉണ്ടായിരുന്നല്ലോ, റോയൽ ഹണിയാ. റോയൽ ഹണി വരുന്നുണ്ട്. ഇത് ഗാർലിക് ആണ്. നമുക്ക് ഇത് വെളുത്തുള്ളി നമ്മള് തേനിലിട്ട് വെക്കുന്നത്. ഇത് ഗ്യാസ് ട്രബിൾ, ഗ്യാസ് പോലുള്ള ഗ്യാസിന്റെ പ്രശ്നങ്ങൾ, നെഞ്ചിരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരമാണ്. വെളുത്തുള്ളിയുടെ ഹണിയിലെ വെളുത്തുള്ളി തേനിലിട്ട് വെക്കും. ഓക്കെ. ഇനി ഇത് ബ്ലാക്ക് സീഡ് ഹണി. ബ്ലാക്ക് സീഡ് കരിഞ്ചീരം അല്ലേ? കരിഞ്ചീരകം പറഞ്ഞത് മരണമില്ലാത്ത എല്ലാ രോഗത്തിനും പ്രതിവിധി. ആ കരിഞ്ചീരകം നല്ല പ്രോഡക്റ്റ് അല്ലേ? ബ്ലാക്ക് സീഡിന്റെ ഓയിൽ ചേർക്കാണ്. സീഡിന്റെ ഓയില്, അതേപോലെ തന്നെ ഒലീവ് ഓയിൽ വിത്ത് ഹണി. 3-in-1 ബ്ലാക്ക് സീഡ് ഹണി എന്നാണ് അതിന്റെ പേര് ഞാൻ വിളിക്കുന്നത്. ഇത് മൂന്നും അതിൻ്റെതായ ഒരു ലെവലിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഈ കരിഞ്ചീരത്തിന്റെ ഓയിൽ കുടിക്കാൻ മടിയുള്ള ആളുകൾക്ക് ഇതിങ്ങനെ മധുരം നിറച്ചിട്ട് ഇങ്ങനെ കഴിക്കാം. ഇത് ഒരു ടേബിൾ സ്പൂൺ ഡെയിലി കഴിക്കാവുന്നതാണ്. ഇതേപോലെ മറ്റൊന്നാണ് മഞ്ഞള്. മഞ്ഞള് നമ്മൾ ഇതേപോലെ തന്നെ പച്ചമഞ്ഞള്, നാടൻ മഞ്ഞൾ നമ്മളിവിടെ പിന്നെ വൈദ്യശാലയിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മഞ്ഞള് തേനിലിട്ടിട്ട് ഇട്ട് വെക്കുന്ന മഞ്ഞൾ ക്യാൻസറിനൊക്കെ കണ്ടന്റ് കൂടുതലുണ്ടാവും. സാധാരണ നമുക്ക് പറയാറ് പുറത്തുനിന്നൊക്കെ വരുന്ന മഞ്ഞൾപ്പൊടി ഇത് മഞ്ഞപ്പൊടി എന്നാ പറയാ കേട്ടോ. പുറത്തുനിന്ന് വരുന്ന മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നത് മഞ്ഞപ്പൊടി. കാരണം അതിൽ മഞ്ഞൾ ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. കുറുക്കുമിന്റെ കണ്ടന്റ് ഒക്കെ വലിച്ചെടുത്തിട്ടാണ് വരിക പറയാറുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞു. അതേപോലെ തന്നെ താംല, സാധാരണ നമുക്ക് നെല്ലിക്ക തേനിലിട്ട് വെച്ചത്.
ഇത് നെല്ലിക്ക പക്ഷെ നെല്ലിക്കയുടെ കണ്ടന്റ് അതിൽ ഉണ്ടാവില്ല. നമ്മൾ ഇതേപോലെ തന്നെ ശരിക്കും നമ്മൾ ഈ തേൻ എന്ന് പറയുമ്പോൾ തേനിൽ നെല്ലിക്ക ഇടുന്നത് സാധാരണ നമ്മൾ തേൻ നെല്ലിക്ക കഴിക്കൽ അതിൽ നെല്ലിക്ക ഉണ്ടാവും. ആ ശരിക്കും തേനിലിടുന്നതല്ല അത് ശർക്കര ഒക്കെ ഉരുക്കിയിട്ടുണ്ടാക്കുന്ന മറ്റൊരു ഉൽപ്പന്നമാണ്. ഇതില് ശരിക്കും സാധാരണ തേനിലേക്ക് നമ്മൾ നെല്ലിക്ക ഇടുകയാണെങ്കിൽ ഒരു 10-20 ദിവസം കഴിയുമ്പോൾ നെല്ലിക്ക നമുക്ക് കാണാൻ കിട്ടൂല. അല്ല വലിയ തേൻ എന്ത് ചെയ്യും, അല്ലെങ്കിൽ തേൻ അതിന്റെ കണ്ടന്റ് കംപ്ലീറ്റ് വലിച്ചെടുക്കും. അതോട് ചുരുങ്ങി അത് വേറെ രൂപത്തിലേക്ക് മാറും. അതിനുശേഷം നമ്മൾ അതിന്റെ സത്ത് മുഴുവൻ വലിച്ചാൽ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഒഴിവാക്കിയതിനു ശേഷം ഒരു പ്രോഡക്റ്റ് ആണ്. അതേപോലെ തന്നെ മാതളം, പോമഗ്രാനൈറ്റ്. ഇപ്പൊ മാതള തിന്നാ പോലെ ഇത് തേനോടി കൂട്ടി കഴിക്കണം. ഇത് തേനിൽ ചേരും. അത് പല ഉൽപ്പന്നങ്ങളും നമ്മോട് പറയാറ് തേൻ ചേർത്ത് കഴിക്കാനാണല്ലോ. ഇപ്പൊ നമ്മൾ ഏത് യുനാനി ആയാലും ആയുർവേദ ആയാലും അലോപ്പതിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, മരുന്നുകളൊക്കെ ചില മരുന്നുകളൊക്കെ തേനിൽ ചേർത്ത് കഴിക്കാൻ പറയും. അതേപോലെ തന്നെയാണ് തേനിലോട് ചേർക്കുന്നതോടുകൂടി അതിൻ്റെതായ പ്രത്യേക ഗുണങ്ങൾ അതിന് വരാനുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ പറയുന്നത്. അപ്പം പിന്നെ മറ്റൊന്ന് വൈൽഡ് ഹണി, കാട്ടുതേൻ. ഇതിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യുന്നില്ല, അതങ്ങനെ തന്നെയാണ്. ഇത് ഒറിജിനൽ കാട്ടുന്ന എടുക്കുന്ന തന്നെയാണോ? കാട്ടുന്ന തേനൊക്കെ ഭയങ്കര മടിയന്മാരാന്നാ പറഞ്ഞത്. പണിയൊന്നും എടുക്കാൻ പോകില്ല, പൂമ്പൊടിയൊന്നും ശേഖരിക്കാതെ അവിടെ കലക്കി കൊടുക്കണ ശർക്കരയും പഞ്ചസാരയൊക്കെ തിന്നുകാട്ട് ഇങ്ങനെ തേൻ ഉത്പാദിപ്പിക്കുന്നത്. അത് നമ്മളെ നാടുകൾ ഈ സമയത്ത് ഇവർ ഈ തേൻ ഉത്പാദിപ്പിക്കുന്നത് ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഫുഡിനാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ പെട്ടിത്തേനൊക്കെ വളർത്തുന്ന ആളുകൾ ആ തേൻ എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം ഉണ്ടാവില്ല. ആ സമയത്ത് ബുദ്ധിമുട്ടാകുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാറുണ്ട്, ഇത്തരത്തിലുള്ള പാനീയങ്ങൾ. അതായത് തേന് ശാസ്ത്രീയമായിട്ട് നന്നായിട്ട് ഉണ്ടാക്കുന്ന ആളുകള് ഈ തേൻ ഉത്പാദിപ്പിക്കുക എല്ലാ മാസം ഉണ്ടാവില്ലല്ലോ അല്ലെ? ആ മാസങ്ങളിൽ തേൻ ഈ ശർക്കരയും പഞ്ചസാരയും ഒന്നും കൊടുക്കണ്ടെന്നർത്ഥം. കൊടുക്കണ്ട. അന്ന് ഒരു കാട്ടിൽ പോയി ഇതൊക്കെ കാട്ടിൽ തന്നെ നമ്മൾ എടുക്കുന്ന തേൻ എപ്പോഴും എന്താണ്, പിന്നെ പുഷ്പങ്ങളിൽ നിന്ന് എടുക്കുന്ന തേൻ തന്നെയാണ്. നമ്മൾ കളക്ട് ചെയ്യുന്നത് എപ്പോഴും അവർ കളക്ട് ചെയ്യുന്നതാണല്ലോ. നമ്മൾ കൊടുക്കുന്നത് അവരങ്ങനെ കഴിക്കുന്നു എന്ന് ആ സമയത്ത് അവർക്ക് ഫുഡില്ലാത്ത സമയത്ത് കഴിക്കാൻ വേണ്ടി. ബ്ലാക്ക് ഫോറസ്റ്റ് ഹണി, അതൊരു പിന്നെ ഒരു വെറൈറ്റിയാണ്. അഥവാ ഇതൊരു പ്രത്യേക തരം ഈച്ചയിൽ നിന്നും കാണപ്പെടുന്ന. ഇപ്പൊ നമുക്ക് ഇമ്പോർട്ട് വരുന്ന ഈ അൽഷിഫ പോലെയുള്ള ഹണിയിലൊക്കെ അത് കാട്ടിൽ തന്നെയാണ്. പക്ഷെ ഇതിൽ ചെറിയൊരു പിന്നെ ബ്ലാക്കും അതേപോലെ തന്നെ ചെറിയൊരു കയ്പ്, ലാസ്റ്റ് ഒരു കയ്പ് ചൊയം ഉണ്ടാകുന്ന ഒരു തേനാണിത്. നല്ല ഗുണമുള്ള തേനാണ്. ബ്ലാക്ക് ഫോറസ്റ്റ് എന്നാണ് പറയാ. ഇത് അപൂർവമായിട്ട് കിട്ടുന്നതാണ്. അങ്ങനെ എപ്പോഴും നമുക്ക് കേരളത്തിലൊന്നും അങ്ങനെ കിട്ടാറില്ല. എനിക്ക് തോന്നുന്നു കരുളായി ഭാഗത്തൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമാണ് അത് കാണാറുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിനൊക്കെ മെഡിസിൻ വാല്യൂ ആണല്ലോ. ഇതൊക്കെ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ ഇപ്പൊ കാണാമല്ലോ. ഇപ്പൊ ഗൂഗിളാണ് നമ്മളെ ഏറ്റവും വലിയ ഉസ്താദ്. ഇപ്പൊ മൂല്യന്മാരോടൊന്നും ഫത്ത് എന്ന് ചോദിക്കില്ല. നമ്മളെ പ്രിൻസിപ്പാൾ അവിടെ നിൽക്കുന്നുണ്ട്, മാഷന്മാരോടൊന്നും എന്ത് ചെയ്യില്ല. ഇപ്പൊ ഒക്കെ ഗൂഗിളിനോട് ചോദിച്ചാൽ ഒക്കെ ഗൂഗിൾ പറഞ്ഞു തരും അല്ലെ? അപ്പൊ ഇത് ഗൂഗിളിൽ നോക്കിയാൽ ഇത് കിട്ടുമല്ലോ അല്ലേ? ആളുകൾ ഇങ്ങനെ, ഞാനിപ്പോ ഇങ്ങനെ ചില വിഷയമൊക്കെ ചെയ്യുമ്പോൾ ആളുകൾ ഇന്നെങ്ങനെ പൊങ്കാണ്ടിടാൻ നടക്കും. അപ്പൊ ഇനിയിപ്പോ നാസർ ഇങ്ങനെ ഏതോ ഒരു ഹണി പറഞ്ഞിന്, അങ്ങനെ ഒരു ഹണി ലോകത്തില്ല എന്നൊക്കെ പറയും. അതുണ്ടല്ലോ പോലെ. തീർച്ചയായിട്ടും ഗൂഗിൾ അടിച്ചു നോക്കാം, നോക്കിയാൽ കാണാൻ പറ്റും. മറ്റൊന്നാണ് ജിഞ്ചർ, നമ്മുടെ ഇഞ്ചി. ഇതേപോലെ തന്നെ നമ്മൾ തേനിലിട്ട് വെക്കുന്നതാണ്. ഇതിൽ നമുക്ക് പിന്നെ ഭക്ഷണത്തിന് ശേഷം ഉണ്ടാവുന്ന ഈ പിത്തം, ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് ഒരു ഓക്കാനം പോലെ ഒരു സംഭവം വരാറുണ്ട്. പിന്നെ അതിനൊരു പരിഹാരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ്. മറ്റൊന്നാണ് കിയാർ നെല്ലി. മഞ്ഞപ്പിത്തം, ലിവർ സിറോസിസ്, അലർജിയാണ്. നമ്മൾ കിയാർ നെല്ലി ധാരാളം കിട്ടാനുണ്ട്. അതിന്റെ ഇല ചേർത്തിട്ടുണ്ടാക്കും. ഇല നമ്മൾ ഇതേപോലെ തന്നെ തേനിലിട്ട് വെക്കും. ഒരു 40 ദിവസമാണ് അതിനൊക്കെ ഒരു ടൈമിംഗ് ഉള്ളത്, ഇട്ട് വെക്കേണ്ട സമയം. പിന്നെ മിക്സഡ് നട്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് പിന്നെ കിട്ടാവുന്ന നല്ല നട്ട്സുകൾ, ഐറ്റംസുകളൊക്കെ നമ്മൾ തേനിലിട്ട് വെക്കുന്ന ഐറ്റംസ് ആണ്. അതേപോലെ തന്നെ വാൾനട്ട് വരുന്നുണ്ട്. വാൾനട്ട് പറയുമ്പോഴും അങ്ങനെ തന്നെയാണ്, അറിയാലോ എല്ലാവർക്കും. മറ്റൊന്ന് ചില്ലി, കാന്താരി മുളക് നമ്മൾ തേനിലിട്ട് വെക്കുന്നു എന്നുള്ളത്. മുളകും തേനിലിടാൻ തുടങ്ങി. ചെറിയൊരു എരിവോട് കൂടി ഉള്ള ഒരു ഐറ്റംസ് ആയിരിക്കും. തേൻ്റെ ഒരു മധുരവും ഉണ്ടാവും. ഇത് നമുക്ക് ശരിക്കും കൊഴുപ്പിനെ ഇല്ലാതാക്കാൻ, വെയിറ്റ് കുറക്കാനൊക്കെ പറ്റുന്ന നല്ലൊരു പ്രോഡക്റ്റ് ആണ്. മറ്റൊന്ന് റോയൽ ഹണി. റോയൽ ഹണി എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ പൂമ്പൊടി, ഈ തേനീച്ച കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു പൂമ്പൊടി ഉണ്ട്. ആ പൂമ്പൊടി പിന്നെ നമ്മള് തേനിലിട്ട് മിക്സ് ചെയ്യുന്ന ഒരു ഐറ്റംസ് ആണ്. തേനിന്റെ പൂമ്പൊടി അതിലെടുത്തിട്ട് വേറെ എടുത്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനത്തിലേക്ക് തേൻപൊടി വേറെ ചേർത്തിട്ട് തേനിലേക്ക് തന്നെ നമ്മൾ ആഡ് ചെയ്ത് എല്ലാത്തിലും ഉണ്ടാവില്ല എന്നർത്ഥം. അല്ലത്തില്ല, ഇതിൽ മാത്രമാണ് നമ്മൾ റോയൽ ഹണിയിൽ വില കൂടുതലുണ്ടോ? ഒരേ വിലയിൽ തന്നെയാണ്. റോയൽ ഹണി എന്ന് പറഞ്ഞാൽ ഈ ഒരു പേര്, ഇപ്പൊ ഈ ഹണി റോസ് ഒക്കെ അങ്ങനെ പേര് വന്നുകൊണ്ടേ ഈ റോയൽ ഹണി എന്ന് പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടാക്കിനോ?
റോയൽ അത് റോയൽ ഹണിമൂൺ ആണ് അല്ലേ? നേരത്തെ അപ്പൊ എല്ലാവർക്കും ആവശ്യമുള്ള സാധനമാണ്. ഇപ്പൊ വയസ്സന്മാർ പറഞ്ഞിട്ട് കാര്യമില്ല, റോയൽ ഹണിമൂൺ അല്ലേ? അത് ഉത്തേജന ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി അതില്ല ഇപ്പൊ ഇല്ലല്ലേ? പിന്നെ ആ സാധനം ജീക്കിന് ഇപ്പൊ പബ്ലിഷ് ഉണ്ടാക്കണില്ല. റോയൽ ഹണി ഇതുകൊണ്ട് വല്ല ഗുണമുണ്ടോ? ഇതിന്റെ ഗുണമുണ്ട്. ഇത് നമുക്ക് ഈ പറയുന്ന പോലെ വയറിനൊക്കെ നല്ല ഒരു ഇതാണ്. നമുക്ക് ഈ ബ്ലഡ് ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ് ആണ്. അതിന്റെ റോ മെറ്റീരിയൽ ഉണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക്. പൂമ്പൊടി അതവിടെ. അത് ശരി. ഇത് ഞാൻ കരുതി ഉലുവയാണെന്നാ കരുതി. ഇത് ഉലുവല്ല. ഉലുവല്ല. ഇത് ഈ പൂമ്പൊടി നമ്മള് ഈ തേനീച്ച മഞ്ഞപ്പൊടി തേന്റെ അടോയിലുണ്ടാണ്. അല്ല ഭയങ്കര മണം കേട്ടോ. ഇത് കുറച്ചാ കൊണ്ടുപോട്ടോ. അപ്പൊ ഇത് നമ്മള് പൊടിച്ചിട്ട് എന്ത് ചെയ്യാണ് തേനിൽ ചേർക്കുന്നത്. നല്ല കോസ്റ്റ്ലി ആണ് സാധനം. ഇത് കോസ്റ്റ്ലി ആയിക്കോട്ടെ. നമ്മളിപ്പോ കൊണ്ടുപോകുന്ന പറഞ്ഞപ്പോ കോസ്റ്റ് നോക്കണില്ലല്ലോ. നല്ല സ്മെല്ലുണ്ട്. പിന്നെ ലാലേത് പണി തിന്ന് നോക്കിയാൽ അത് തേന്റെ പൂമ്പൊടിയാണ് കേട്ടോ. എന്താണ് ഇനിയിപ്പോ ഓന് നോൽപ്പില്ലാത്തോണ്ട് നീ ചോദിക്കരുത് കേട്ടോ. അത് കുറച്ച് തരുള്ളൂ. എന്താ മൾട്ടി ആണത്. ഇറ്റാലിയൻ ഈച്ചയിലൊക്കെ വരുന്ന ഒരു സൈസ് പൂമ്പൊടി ഉണ്ട്. ഇറ്റാലിയൻ ഈച്ചന്റെ അത് ശരിക്ക് ഒറ്റ കളർ തന്നെ മഞ്ഞ. ഇത് നമുക്ക് ഒന്നുകൂടി നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ്. ഇപ്പൊ എന്താ അവിടെ കുറച്ച് കഷായൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടെന്താ? ഇത് നമുക്ക് വരാൻ പോകുന്ന കുറച്ച് ഐറ്റംസുകളാണ്. ഇതിപ്പോ അതിന്റെ വർക്ക് ഇത് ലാബിലേക്ക് അയച്ചിട്ടുള്ളൂ. നമ്മൾ ശതാവരി കേട്ടിട്ടില്ലേ? ശതാവരി കിഴങ്ങ് നമ്മൾ തേനിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു സംവിധാനം പുതിയത് വരുന്നുണ്ട്. അതേപോലെ തന്നെ അശ്വഗന്ധ ഇതേപോലെ നമ്മൾ തേനിലേക്ക് ആഡ് ഉത്തേജനൊക്കെ കൂടാൻ വേണ്ടി എല്ലാത്തിനും ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടാൻ അശ്വഗന്ധൊക്കെ ശരിക്കും സ്ഥിരമായി ആയുർവേദത്തിൽ ഉപയോഗിക്കുന്ന ഐറ്റംസ് ആണ്. അതേപോലെ മുരിങ്ങന്റെ പൊടി നമ്മൾ ഇതേപോലെ ആഡ് ചെയ്യുന്നു. മറ്റൊന്ന് സ്പൈറുലിന എന്ന് പറയുന്ന ഒരു ഐറ്റംസ് കേട്ടില്ലേ സാർ? സ്പൈറുലിന ഇത് നമുക്ക് പിന്നെ ഇത് ഒരുപാട് പ്രത്യേകത ഉള്ള ഒരു പ്രോഡക്റ്റ് ആണിത്. ഇത് നമുക്ക് ശരിക്കും ഇത് പായലാണ്. പായൽ കടലിൽ നിന്നുണ്ടാക്കുന്ന പായൽ അത് ഉപയോഗിച്ചിട്ടാണ്. ബഹിരാകാശത്തേക്ക് പോകുന്ന ആളുകളൊക്കെ ശരിക്കും ഇതിന്റെ ക്യാപ്സ്യൂൾ ആയിട്ടാണ് കൊണ്ടുപോകുന്നത്. അല്ലാതെ നമ്മൾ ഇവിടുന്ന് ചെമ്പില് ചോറൊക്കെ ഇട്ട് പോകാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പിന്നെ ഇതിലെല്ലാ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഊർജ്ജം എല്ലാം നിറഞ്ഞിട്ടുള്ള ഒരു ഐറ്റംസ് ആണ്. അപ്പൊ ഇത് കോസ്റ്റ്ലി ആണ്, നല്ല പ്രൊഡക്റ്റ് ആണ്. ഇതൊക്കെ വരാൻ പോകുന്നത് നമ്മള് കൊടുത്തിട്ടുണ്ട്. അപ്പൊ പഠിച്ചോനെ ഒരുപാട് സാധനങ്ങൾ ഈ ഒരു തേനോണ്ട് ഒരുപാട് സാധനം ഉണ്ടാക്കി. ഇപ്പൊ ഇതിലെ വന്നത് ഈ പഴംപൊരിന്റെ കൂടെ ഇറച്ചി കൂട്ടുന്ന ആളുകളാണ് നമ്മളിപ്പോ. ബീഫ് ഫ്രൈയും പഴംപൊരി. അതുപോലെ ഇനിയിപ്പോ എന്താണ് പോത്തിന്റെ കാലൊക്കെ ഉപയോഗിച്ചിട്ട് ഇട്ടുകാട്ട് തേനുണ്ടാക്കാന്ന് പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും ഈ പ്രൊഡക്റ്റുകൾ തേനായതുകൊണ്ട് തേൻ ഒറിജിനൽ ആണെന്ന് പറയുന്നത് ഒറിജിനൽ ആണ് അല്ലേ? ഓക്കെ. ഞാൻ എന്തായാലും ഇത് കുറച്ചെണ്ണൊക്കെ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല സാധനങ്ങളാണ്. പിന്നെ ഇതൊരു എന്നാലും ഇനിയിപ്പോ ആരെങ്കിലും ഒക്കെ കണ്ടുകാട്ട് ആരെങ്കിലും ഒക്കെ വേണമെങ്കിൽ വിളിക്കാൻ ഇതിന്റെ നമ്പർ ഒന്ന് പറഞ്ഞോളൂ. നമ്പർ പിന്നെ ഫാംസ് ആണ്. പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാണ്. നമ്മൾ ഏകദേശം ഒരു 7 വർഷമായിട്ട് ചെയ്യുന്നുണ്ട് ഈ സംവിധാനത്തിൽ. നമ്മൾ കംപ്ലീറ്റ് വരുന്നത് ഇതേപോലെ ഒരു മെഡിസിനൽ വാല്യൂ ഉള്ള തേനിലേക്ക് ആഡ് ചെയ്തിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇത് പൊതുവെ അങ്ങനെ കേരളത്തിൽ അങ്ങനെ സുലഭമായിട്ട് കാണാറില്ല. പിന്നെ പല സ്ഥലങ്ങളിലുണ്ട്, ഇന്ത്യയിലെ പല ഭാഗങ്ങളിലൊക്കെ ഇത് ചെയ്യാറുണ്ട്. അപ്പം വാല്യൂ ആഡഡ് ഐറ്റംസുകളാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നത്. നല്ല പ്രൊഡക്റ്റുകളാണ്. പിന്നെ എന്തായാലും ഇതിന്റെ ഫോട്ടോമ എന്തായാലും ഇത് നല്ല പ്രൊഡക്റ്റ് തന്നെ പറയുള്ളൂല്ലോ. അപ്പൊ എന്തെന്നായാലും ഞാൻ ഉപയോഗിച്ച സാധനങ്ങളൊന്നും വലിയ കുഴപ്പമില്ല. അപ്പൊ ഒന്നുകിൽ തേനാണ്. പിന്നെ ഇതിലൊക്കെ ഞാൻ ഇവിടെ കണ്ടു, നിങ്ങളെ പാക്കിംഗ് ഒക്കെ കണ്ടു. പിന്നെ റോസും ഇതളുകളൊക്കെ ഇതിന്റെ അതേപോലെ ഡയറക്റ്റ് ആയി ചേർത്തുണ്ടാക്കുന്ന കണ്ടു. നമുക്ക് ഇതിന്റെ ബാക്കിൽ വലിയൊരു ടീമുണ്ട്. സയന്റിഫിക് ആയിട്ടുള്ള ഡോക്ടർ റിയാസ്, ഡോക്ടർ ഇന്ദാ സിദ്ദീഖി, നമ്മൾ അമീർ സാറൊക്കെ നമുക്ക് ഒരുപാട് നിർദ്ദേശം തന്ന ആളുകൾപ്പെട്ട സാറിന്റെ അറിയാലോ. അമീർ സാർ നമ്മുടെ ചാനലിൽ സ്ഥിരമായി വരുന്ന ആളാണ്, പരിപാടി ചെയ്യുന്ന ആളാണ്. സാറൊക്കെ നമുക്ക് ഇതിന്റെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ സാറിന്റെ ഒരുപാട് നമുക്ക്. അപ്പൊ നിങ്ങളുടെ യുനാനി ഡോക്ടർ നിങ്ങളെ കൂടെ ഉണ്ട് അല്ലേ? യുനാനി ഉണ്ട്. സിദ്ദീഖ് അദ്ദേഹം പിന്നെ പ്രിൻസിപ്പൾ ആയിരുന്നു യുനാനി മെഡിക്കൽ കോളേജിൽ. സിദ്ദീഖ് ഹൈദരാബാദിലാണ് ആള്. വലിയ പേരെന്ന് ആവോ പുളിക്ക് പോകും. അപ്പോ പിന്നെ ഡോക്ടർ റിയാസ് സൈക്കോളജിസ്റ്റ് ആണ്, അയാളുടെ ഡയറക്ടറാണ് ഇതിന്റെ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മുഹമ്മദ് ബുസ്താനിയാണ്, അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹമായിരുന്നു നമ്മുടെ ഈ കാര്യങ്ങൾക്കൊക്കെ ചുക്കാൻ പിടിക്കുകയും നല്ലൊരു മനുഷ്യനായിരുന്നു, ഒരുപാട് സ്ഥാപകനായിരുന്നു, കാഴ്ചപ്പാടുകളുള്ള മനുഷ്യനായിരുന്നു, വലിയ ഒരു ഇതുള്ള ആളായിരുന്നു. അപ്പൊ എന്തെന്നായാലും ഈ ഇത് നമ്മുടെ ആരോഗ്യമാണ് ഏറ്റവും വലിയ നമ്മുടെ വിഷയം. അതുകൊണ്ട് തന്നെ ഈ നമ്മുടെ ആരോഗ്യത്തിന് ഗുണകരമായ
ഈ ഉൽപ്പന്നങ്ങൾക്ക് പിന്നെ അതിനൊന്ന് പരിചയപ്പെടുത്താന്നാണ് നമ്മൾ ഉദ്ദേശിച്ചത്. അത് മാത്രമല്ല ഒരു 5-6 വർഷമായിട്ട് നമ്മൾ ബന്ധമുണ്ട്. പല സമയത്തും എനിക്ക് ഈ മില്ലറ്റും ഈ കറുത്ത അരിയും മണവാളൻ അരിയും ഒക്കെ കൊണ്ടുവന്നിട്ട് എനിക്ക് ഫ്രീ ആയിട്ട് തരാറുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഇതും കൂടി ആയിക്കോട്ടെ. അത് ഞാൻ വാൽനട്ട് ഓയിൽ വരുന്നുണ്ട്, അതേപോലെ തന്നെ ആൽമണ്ട് ഓയിൽ. ആൽമണ്ട് ഓയിൽ ഞാൻ ഉപയോഗിച്ചു നോക്കി. നല്ല അപ്പോ എല്ലാവിധ ആശംസകളും. അപ്പോ ഈ ജീക്കിനും അതേപോലെ തന്നെ ഈ സാധനങ്ങൾ ഉണ്ടാക്കുന്ന തേനീച്ചക്കും എല്ലാവിധ നന്ദിയും. ഓക്കെ.